എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരമുണ്ട്. നിങ്ങളുടെ വലിയ സപ്പോർട്ടിനായി താങ്ക്സ്. ഫേസ്ബുക്ക് പേജിൽ 50K ഫോളോവേഴ്സ് ആക്കി തന്നതിന് നന്ദി. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലിലും ഒരു 50K ആക്കി തരുവാൻ നിങ്ങളുടെയൊക്കെ വിലയേറിയ സപ്പോർട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഓട്ടോമാറ്റിക് വാഹനം, മാനുവൽ വാഹനം നമ്മൾ ഓടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാം, എന്നാൽ അറിയാത്തവരുമുണ്ട്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ ഈ ലോഡും പുറത്ത് കയറ്റമൊക്കെ കയറുമ്പോൾ ഓട്ടോയിലായിരിക്കും കയറുന്നത്, അല്ലെങ്കിൽ പവറിലായിരിക്കും കയറുന്നത്. മാനുവൽ ഇട്ട് കയറ്റം കയറുന്ന കുഴപ്പമില്ല, നമുക്ക് RPM അനുസരിച്ച് എന്തുവാ ഗിയർ മാറ്റി കൊടുക്കാം. എന്നാൽ ഓട്ടോമാറ്റിക്കൽ കയറുമ്പോൾ ചിലപ്പം വണ്ടി കയറുമ്പോൾ RPM കൂടും, ഗിയർ മാറത്തില്ല. 5 തന്നെ ചിലപ്പോൾ നിൽക്കും, 4 തന്നെ നിൽക്കും. ആ ഒരു സാഹചര്യത്തിൽ ചിലർക്ക് അറിയത്തില്ല, പേടിച്ചിട്ട് എന്ത് ചെയ്യും, അവർ ആ ഗിയറിൽ തന്നെ കയറ്റാൻ നോക്കും. ഓക്കെ, അപ്പോൾ RPM കൂടും. അപ്പോൾ ഗിയറിൽ RPM കൂടുന്നത് നല്ലതല്ല. ഇപ്പം മാനുവൽ ഇട്ട് ആയാലും RPM 20 മേപ്പോട്ട് പോകുന്നത് നല്ലതല്ല. പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇഞ്ചനെ ബാധിക്കാം, പിസ്റ്റനെ ബാധിക്കാം. കണക്റ്റിംഗ് റാഡ് ഒടിഞ്ഞു പോയ കേസ് കേട്ടുകൾ വരെ ഉണ്ട്. കയറ്റം കയറുമ്പോൾ RPM ഗിയർ മാറാതെ മാനുവലിൽ RPM പേടിച്ചിട്ട് വണ്ടി പുറമോട്ട് പോവോ, ലൈൻ പിടിച്ചു പോകുന്നു. അപ്പോൾ പേടിച്ചിട്ട് ഇങ്ങനെ റേസ് കൊടുത്ത്, വണ്ടിയെപ്പറ്റി അറിയാത്തവരെ അങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ. കൂടുതൽ വണ്ടിയെപ്പറ്റി നോളജ് ആയി കഴിയുമ്പോൾ അങ്ങനെ ആരും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ അറിവില്ലാതെ ചിലപ്പോൾ നമ്മൾ ചെയ്യും. എല്ലാവരും പഠിച്ചിട്ടല്ല വരുന്നതെന്ന് ഓർക്കുക. നമ്മൾ ഓരോന്ന് പഠിച്ച് ഓരോ വലിയ വണ്ടികൾ ഓടിച്ച്, മെർസിഡീസ് ഓടിച്ച്, മാൻ ഓടിച്ച്, ചെറിയ വണ്ടികൾ ഓടിച്ച്, നമ്മുടെ നാട്ടിലെ വണ്ടികളൊക്കെ ഓടിച്ച്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നാട്ടിൽ നിന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ഇവിടെ വരുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരും. ഗിയറൊക്കെ വണ്ടിക്ക് ചിലപ്പോൾ 12 ഗിയറുള്ള വണ്ടിയുണ്ട്, 16 ഗിയറുള്ള വണ്ടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ സമയത്ത് ഗിയർ മാറിക്കൊടുത്തില്ലേ RPM കൂടും കയറ്റം കയറുമ്പോൾ. അതുപോലെ ഇറക്കത്ത് നമ്മൾ ഇഞ്ചൻ ബ്രേക്ക് കൂടി ഇട്ട്, സ്റ്റോപ്പർ കൂടി ഇട്ട് RPM കൂടിയാൽ കണക്റ്റിംഗ് റാഡ് ഒടിയാൻ ചാൻസ് ഉണ്ട്. 20 മേപ്പോട്ട് RPM വിടരുത്. അത് 20 കഴിയുമ്പോൾ 25 വരുമ്പോൾ അവിടെ റെഡ് കളർ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനത്തുള്ള വണ്ടികൾ ഓടിക്കണം. അല്ലെങ്കിൽ പിസ്റ്റനെ ബാധിക്കാം, അത് കണക്റ്റിംഗ് റാഡിനെ ബാധിക്കാം. ഞാൻ പറഞ്ഞത് RPM കൂടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്നു, കയറ്റം കയറുന്നു, അല്ലെങ്കിൽ ഇറങ്ങുന്നു, നമുക്ക് അപ്പ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ആണെങ്കിലും ഗിയർ നമുക്ക് അപ്പ് ചെയ്ത് 5 നിന്ന് 6 ആക്കാം, 6 നിന്ന് 7 ആക്കാം. അതുപോലെ കയറ്റം കയറുമ്പോൾ 5 തന്നെ നിൽക്കുകയാണ്, RPM കൂടുകയാണ്, പേടിക്കേണ്ട കാര്യമില്ല, 6 ആക്കാം, 7 ആക്കാം, വണ്ടി അങ്ങ് പിടിച്ച് കയറിക്കോളും. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളുടെ വിലയേറിയ കമൻറ്റിലൂടെ അറിയിക്കണേ. വണ്ടി നമുക്ക് ശരിയായി സൂക്ഷിച്ച് ഓടിക്കാമെങ്കിൽ നമുക്ക് നല്ലതാ, വഴി കിടക്കണ്ട. നമ്മളെ വിശ്വസിച്ച് നമ്മളെ വണ്ടി ഏൽപ്പിച്ച മുതലാളിക്കും അത് നല്ലതാണ്. താങ്ക് യു.